56 വർഷം മുൻപ് വിമാനാപകടത്തിൽ കാണാതായ മലയാളി സൈനികന്റെ മൃതദേഹമാണ് ഇന്നലെ ലഡാക്കിലെ മഞ്ഞുമലയിൽ നിന്ന് കണ്ടെത്തിയത്. മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ലഡാക്കിൽ നിന്ന് മൃതദേഹം ചണ്ഡീഗഡിൽ എത്തിക്കുമെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് സൈന്യത്തിൽ നിന്നുള്ള അറിയിപ്പ് ബന്ധുക്കൾക്ക് കിട്ടി. വിമാനാപകടത്തിൽ മരിച്ചവരെ കണ്ടെത്താനുള്ള ദൗത്യം 10 ദിവസം കൂടി തുടരും. നീണ്ട 56 വർഷം അതൊരു വലിയ കാലയളവ് തന്നെയാണ്. പലരും തോമസ് ചെറിയാന്റെ മുഖം മറന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ മഞ്ഞുപാളികൾക്കിടയിൽ ആ ശരീരം അങ്ങനെ കിടന്നു. ആശ്വാസം കൊണ്ട് ഇപ്പോൾ ഏതായാലും മരിച്ചുപോയി, ഞങ്ങളുടെ കൂടെ ചേർക്കാമല്ലോ എന്നുള്ള ഒരു അപ്പൻ്റെ അമ്മയുടെ ആ കല്ലറയിൽ തന്നെ വെക്കാമല്ലോ എന്നുള്ള ഒരിതുണ്ട്. വിവരമറിഞ്ഞതോടെ ഇലന്തൂർ കോടാലിൽ വീട്ടിലേക്ക് നാട്ടുകാരും ബന്ധുക്കളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. തോമസ് ചെറിയാന്റെ മുഖം പോലും മറന്നു തുടങ്ങിയവർക്ക് സൈന്യത്തിൽ നിന്ന് ലഭിച്ച വിവരം അത്ഭുതമായി. മിസ്സിംഗ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്ന ഇതുവരെ ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ആളിൻ്റെ ബോഡി കിട്ടിയെന്നൊക്കെ പറയുന്നത്. ഇലന്തൂരിലെ പഴയ കുടുംബ വീട് ഇന്നില്ല. സഹോദരങ്ങളായി ഇപ്പോഴുള്ളത് തോമസ് വർഗീസ്, മേരി തോമസ് എന്നിവർ. മൃതദേഹം ഇന്നു തന്നെ ലഡാക്കിൽ നിന്ന് ചണ്ഡീഗഡിൽ എത്തിക്കുമെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മഞ്ഞേറിയയിലാണ് ഇപ്പം ഉള്ള ബോഡി. അവിടുന്ന് ഇന്ന് അത് കഫിനകത്താക്കി ചണ്ഡീഗഡിൽ നിന്ന് എത്തിക്കും. അവിടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം 3 ദിവസത്തോളം അതിൻ്റെ പ്രൊസീജിയറുണ്ട്. അത് ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് ബോഡി എത്തിക്കാം എന്നുള്ളതാണ് ഇപ്പം മിലിറ്ററിയിൽ നിന്ന് കിട്ടിയ അറിയിപ്പ്. അച്ഛനമ്മമാർ ഉറങ്ങുന്ന കുടുംബക്കല്ലറയിൽ തന്നെ തോമസ് ചെറിയാന് അന്ത്യവിശ്രമം നൽകാമെന്ന ആശ്വാസത്തിലാണ് ബന്ധുക്കൾ. അതിനിടെ 1968 വിമാനാപകടത്തിൽ മരിച്ചവരെ കണ്ടെത്താനുള്ള ദൗത്യം 10 ദിവസം കൂടി തുടരും. ദൗത്യത്തിന്റെ വിശദാംശങ്ങൾ പ്രതിരോധ മന്ത്രിയെ സേന അറിയിച്ചു. നഷ്ടപ്പെടലിന്റെ തീരാനോവ് ഈ കുടുംബം ഒരുപാട് കരഞ്ഞു തീർത്തതാണ്. ഈ വേദന കൊണ്ട് തന്നെയാണ് അച്ഛനും അമ്മയും പോയതെന്ന് സഹോദരങ്ങൾ ഒന്നടങ്കം പറയുന്നു. എന്തായാലും വീണ്ടും ആ ശരീരം നാട്ടിലേക്കെത്തുകയാണ്. കുടുംബക്കല്ലറയിൽ അന്ത്യവിശ്രമത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി സഹോദരങ്ങളും ബന്ധുക്കളും നാട്ടുകാരും കാത്തിരിപ്പാണ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.